അങ്ങനെ പടക്കക്കട ഹുദാ ഹവ എന്തൊക്കെ മേളായിരുന്നു. പാട്ട്, ഡാൻസ്, കൂത്ത്. സംഘപുത്രിക്ക് അറ്റ്ലീസ്റ്റ് മണ്ഡലത്തിൽ വോട്ടുണ്ടോ എന്നെങ്കിലും നോക്കിയിട്ട് സ്ഥാനാർത്ഥിയായി നിൽക്കുകയായിരുന്നു. ഈ സാബു സാറിന് പോലും അതിനുള്ള ബുദ്ധിയില്ലേ? ബിഗ് ബോസിലും നാണം കിട്ടി ഇറങ്ങി. ഇവിടെ കയറുന്നതിന് മുന്നേ തന്നെ ഇറക്കി വിട്ടു. അടിച്ച പോസ്റ്ററൊക്കെ വെറുതെ ആയല്ലോ എൻ്റെ മുത്തപ്പ. ഈ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ: വിടരും മുമ്പേ കൊഴിഞ്ഞു പോയ ഒരു പുഷ്പം. ആക്ച്വലി തൂറാൻ പോകണം എന്ന് പറയാൻ നാണക്കേടുള്ളവർ കക്കൂസിൽ പോകണം എന്ന് പറയും പോലെയാണ് ബി ജെ പിയിൽ ചേരാൻ നാണക്കേടുള്ളവർ 2020 പോയി ചേർന്നത്. ഇത് ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള വാക്കാണ്. കേരള പൊളിറ്റിക്സിൽ ഇതുവരെ കണ്ടിട്ടുള്ള കാര്യമാണ് ഇപ്പം കേട്ടിരുന്നത്. സ്ഥാനാർത്ഥിയുണ്ട്, പക്ഷേ വോട്ടർ ലിസ്റ്റിൽ പേരില്ല. കാൻഡിഡേറ്റ് ലക്ഷ്മി പ്രിയ എൻട്രി മാസ്, ബട്ട് സിസ്റ്റത്തിൽ ലോഗിൻ ആയില്ല. തൃപ്പൂണിത്തുറ സെർച്ച് ചെയ്ത് നോക്കി, റിസൾട്ട് നോ. തൃക്കാക്കര സെർച്ച് ചെയ്ത് നോക്കി, റിസൾട്ട് നോ. ഗൂഗിൾ പോലും കൺഫ്യൂസ് ആയി. ഡിഡ് യു മീൻ മിസ്സിംഗ് പേഴ്സൺ? റോഡ് ഷോ ക്യാൻസൽ ചെയ്തു, ഫ്ലെക്സ് റിമൂവ് ചെയ്തു. പബ്ലിക് ചോദിക്കുന്നു, ഇത് ക്യാമ്പയിൻ ആണോ അതോ ഇൻവിസിബിലിറ്റി ചാലഞ്ച് ആണോ? ചേച്ചിയുടെ എക്സ്പ്ലനേഷൻ സിമ്പിൾ: ടെക്നിക്കൽ ഗ്ലിച്ച്. ചേച്ചി, ഇത് ഗ്ലിച്ച് അല്ല, സിസ്റ്റം ഫുള്ള് ഹാങ് ആയി. വോട്ടിംഗ് ഡേ വന്നാൽ ബട്ടൺ പ്രസ് ചെയ്താൽ എറർ 404, കാൻഡിഡേറ്റ് നോട്ട് ഫൗണ്ട്. ഇത് പൊളിറ്റിക്സ് ആണോ, കോമഡി ഷോ ആണോ, അല്ല ബിഗ് ബോസ് ആണോ? ആരും ഇല്ലടേ ഒന്ന് നോമിനേറ്റ് ചെയ്യാൻ.